ഹരിതവാണി. ഇന്ന് ഹരിതവാണിയിൽ കാടിനെയും കടുവയെയും അറിഞ്ഞ് ലയത്തോടെ അധ്യാപകനും ഗവേഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണനുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. നമ്മൾ കാടിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ ഒരു ഗവേഷണ വിഷയവും ഏറ്റവും പ്രിയപ്പെട്ട വിഷയവും തന്നെ കാടാണെന്ന് പറയാം. ഒരുപക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ, അതായത് പശ്ചിമഘട്ടത്തിലെ കാടുകൾ അങ്ങ് കാണുകയാണ്. പശ്ചിമഘട്ടത്തിലെ കാടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കടുവ ഉള്ള കാടാണ്. ഒരു കാട്ടിൽ 500 മാനുണ്ടെങ്കിൽ 50 മാനെ മാത്രമേ ഒരു കടുവ ഒരു വർഷം പിടിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആ ഒരു മെസ്സേജ്, ആ സന്ദേശം അതിലുണ്ട് എന്നുള്ളതാണ്. ഇനഫ് റിസോഴ്സ് ഫോർ എവരിബഡീസ് നീഡ്. അതെ, നിങ്ങളതിൽ കൈകടത്തുകയോ നിങ്ങൾ പ്രെഡേറ്ററിനെ മാറ്റുന്നത് എങ്കിൽ കടുവയെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പ്രേ ആനിമൽസ് വളരുമല്ലോ. ഈ തോന്നൽ നമ്മൾക്ക് ഇന്നുണ്ടായതല്ല. വളരെ പണ്ട് 1872 യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഉണ്ടാക്കിയപ്പോൾ അമേരിക്കയിൽ അവർ കണ്ടത് ഈ വൂൾഫുകൾ അവിടുത്തെ മാനുകളെ അവരുടേതായ മാൻവർഗത്തെയൊക്കെ കൊന്നൊടുക്കുന്നുണ്ട്. അപ്പോൾ വൂൾഫിനെ മാറ്റിക്കഴിഞ്ഞ് ധാരാളമായിട്ട് മാൻ വരുന്നു. അവരത് ചെയ്യുന്നുണ്ട്. വൂൾഫിനെ മുഴുവൻ വെടിവെച്ച് കൊന്നു കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? അവിടുത്തെ മാനുകൾ വർഗ്ഗങ്ങളുടെ മാൻ വല്ലാണ്ട് പെരുകി. പ്രെഡേറ്റർ ഇല്ല. ഇതിൻ്റെ പോപ്പുലേഷൻ ബാലൻസ് ചെയ്യാനുള്ള എലമെൻ്റാണ് നിങ്ങൾ മാറ്റിയത്. അപ്പോൾ പ്രെഡേറ്റർ പോയി. അവിടെ കടുവയല്ല, അവിടെ വൂൾഫായിരുന്നു. അത് കഴിഞ്ഞ് ഓവർ പോപ്പുലേഷനായി, ഓവർ ഗ്രേസിംഗ് ആയി, പിന്നെ റിസോഴ്സ് ഇല്ലാതായി, ഗ്രീഡ് അവിടെ കൂടുന്നു. ഇൻഡിവിജ്വൽസ് കൂടിയല്ലോ, അപ്പോൾ ഗ്രീഡ് കൂടും. ഓക്കെ, ഗാന്ധിയുടെ ആ ഇതിൽ തന്നെ നമുക്ക് കൊണ്ടുവരാം എക്കോളജിനെ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇമ്മ്യൂണിറ്റി പോകുന്നുണ്ട്. ആനിമൽസിൻ്റെ കംപ്ലീറ്റ് പകർച്ചവ്യാധികളും മറ്റു അസുഖങ്ങളൊക്കെ വന്നിട്ട് ആരോഗ്യം നശിച്ച് ചത്തുപോവുകയാണ്. അപ്പോഴാണ് ഇവരാലോചിക്കുന്നത് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ആരോ പറയുന്നു അത് എപ്പസ് പ്രെഡേറ്റർ നിങ്ങൾ മാറ്റിയതുകൊണ്ട് ബാലൻസ് പോയി, അതിൻ്റെ ഇക്വിലിബ്രിയം മാറിയതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ അവിടെ വീണ്ടും വൂൾഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ ബാലൻസ് എടുക്കാൻ വേണ്ടി 19, 60, 70 കൊല്ലം എടുത്തു. ഇതാണ് എപ്പസ് പ്രെഡേറ്ററുടെ പ്രസൻസ്. അത് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്നത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഈ ഒരു ഇതാണ്. അപ്പോൾ പൊതുവെ പറയാറുണ്ട്, ഹി ഹാസ് ക്രിയേറ്റഡ് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ്ലി സ്മൂത്ത് റണ്ണിങ് സിസ്റ്റം ബട്ട് ഹി ഹാസ് നെവർ ഗിവൺ എസ് എ ബ്ലൂ പ്രിൻറ്റ്. ആരും നമുക്കൊരു ബ്ലൂ പ്രിൻറ്റ് തന്നിട്ടില്ല. പക്ഷേ അതൊരു പെർഫെക്റ്റ്ലി സ്മൂത്ത് റണ്ണിങ് സിസ്റ്റമായിട്ടാണ് ഈ ലോകത്തിലുള്ളത്. നമ്മൾ ഇതൊക്കെ അറിയാമെന്നുള്ള നിലക്ക് അവിടുത്തെ പ്രെഡേറ്റേഴ്സിനെ കൊന്നു കഴിഞ്ഞാൽ മാനുകളുടെ നമ്പർ കൂടും. വളരെ നല്ല ഒരു സംഭവമായിരിക്കും എന്ന് പറയാം. കാരണം നമ്മളടുത്തൊരു ബ്ലൂ പ്രിൻറ്റിൽ ആരും നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ സ്മൂത്ത് റണ്ണിങ് സിസ്റ്റമാണ്. അതിൽ നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറായിട്ടും ഒക്കെ ഇടപെടാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം അത് പിന്നെ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് അത് കണ്ണികൾ വിഘടിച്ചു പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ അറിയുമ്പോഴേക്കും കുറേ വൈകിപ്പോകും. ഈ തരത്തിലാണ് പല നാശങ്ങളും ലോകത്ത് സംഭവിച്ചത്. അതുകൊണ്ടാണ് എക്സ്റ്റിങ്ഷൻ. ഇപ്പോൾ ഡോഡോ എന്ന പക്ഷി, അതുപോലെ പാസഞ്ചർ പീജിയൻ അമേരിക്കയിൽ 1914 അവസാനത്തെ പാസഞ്ചർ പീജിയൻ ചാവുന്നത് എന്ന് പറയാം. കാരണം സിൻസിനാറ്റി സൂല് 1900 ശേഷം നാച്ചുറൽ കണ്ടീഷനിൽ ഉണ്ടായിട്ടില്ല. കോടിക്കണക്കിന് പക്ഷികൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിനെ വെടിവെച്ച് തീർത്ത് അവസാനം 2 പക്ഷി ബാക്കിയാവുന്നുണ്ട് സിൻസിനാറ്റി സൂല്. ഒന്ന് ജോർജും മറ്റത് മാർത്തയുമാണ്. നമ്മൾ മാർത്തയെ മാത്രമേ അറിഞ്ഞു, ജോർജിനെ പലരും അറിയില്ല. ജോർജ് എന്ന് അവർ പേരിട്ടത് ജോർജ് വാഷിങ്ടൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മാർത്ത. അവർ വളരെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രസിഡന്റിൻ്റെ പേര് തന്നെ ഇട്ടാണ്. ജോർജ് ആദ്യം മരിച്ചു, മാർത്ത ബാക്കിയായി. ആ മാർത്തയാണ് 1914 മരിച്ചു പോകുന്നത് സിൻസിനാറ്റി സൂല്. അത് അവസാനത്തെ പാസഞ്ചർ പീജിയൻ ആയിരുന്നു. കാരണം നമ്മൾക്ക് ഇത് ഫസ്റ്റ് സ്മൂത്ത് റണ്ണിങ് സിസ്റ്റം ആയിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആനിമൽ വർഗ്ഗങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ഈ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചീറ്റ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ആനിമലാണെന്ന് പറയുന്നു. അതിനെപ്പറ്റി വല്ല കോൺട്രവേഴ്സി ഒപ്പീനിയൻ ഉണ്ട്, വെദർ ഇറ്റ് വാസ് നാച്ചുറൽ ആനിമൽ ഓർ നാച്ചുറലൈസ്ഡ് ആനിമൽ ഇൻ ഇന്ത്യ എന്നൊക്കെയുള്ള. എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഉണ്ടായിരുന്ന 50കളിൽ നഷ്ടപ്പെടുന്നു. ഇന്ന് നമ്മളെന്താ ചെയ്യുന്നത്? ഈ അടുത്ത കാലത്ത് നമീബിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഈ സ്ഥാനത്ത് റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു. എന്തിന്? കാരണം ഇത് നഷ്ടപ്പെടുന്നത് ഒരു വലിയ നഷ്ടമാണെന്നും നമ്മുടെ സ്വത്വത്തിൻ്റെ ഭാഗമാണെന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതാരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഇത്രമാത്രം കോടിക്കണക്കിന് രൂപ ഇവിടെ ഇതാണ്, പലരും പട്ടിണി കിടക്കുന്നു, മനുഷ്യൻ വിഷമിക്കുന്നു, ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ കാശില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചീറ്റയെ എന്തിനു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? പക്ഷെ അത് നമ്മളെ സ്വത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട് എന്ന് ആണ് 47A അനുച്ഛേദം, അതുപോലെ 51AG ഓരോന്നിനെയും സംരക്ഷിക്കാനുള്ള കടപ്പാട് അല്ല കടമ ഓരോ ഭാരതീയ പൗരനും ഉണ്ട് എന്നൊക്കെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചുള്ള ചില ചെയ്തികളായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്, തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. തിരിച്ചു കൊണ്ടുവരാതിൻ്റെ കണ്ടീഷൻ ഉണ്ടാക്കരുത്. നമ്മൾ ഇതിനെ കൊന്നൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ പ്രവർത്തിക്കുക, എങ്കിലും തിരിച്ചു കൊണ്ടുവരേണ്ട പ്രശ്നമല്ലോ. നമ്മൾ സ്വത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കുക. അത് കടുവയായാലും ആനയായാലും മറ്റു മൃഗങ്ങളായാലും നല്ലൊരു കാടായാലും ഒക്കെ. അപ്പോൾ ഇത്തരം നേരത്തെ മാറ്റങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എങ്ങനെയാണ് ഈ ബാലൻസ് നഷ്ടപ്പെടുന്നത് പലയിടത്തും എന്നുള്ളത്. ഈ തോട്ടങ്ങൾ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ചപ്പോൾ ഈ അധിനിവേശ സസ്യങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൽ കടന്നുകൂടിയിട്ടുണ്ട്.
അപ്പോൾ ആദ്യകാല അധിനിവേശ സസ്യങ്ങൾ നിങ്ങൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താലും, ഇപ്പോൾ മഹാഗണി ഇൻട്രൊഡ്യൂസ് ചെയ്ത അധിനിവേശ സസ്യമാണ്. ബ്രസീലിൽ കൊണ്ടുവന്ന റബ്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതൊരു അധിനിവേശ സസ്യമായിട്ട് മാറാം വേണമെങ്കിൽ. അധിനിവേശം എന്ന് പറയുന്നത് അത് വല്ലാണ്ട് വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സസ്യങ്ങളെ സപ്രസ് ചെയ്യും, അതിനെ വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കടന്നാക്രമിക്കുക, എന്നിട്ട് അതുമാത്രം ഈ അധിനിവേശ സസ്യങ്ങൾ മാത്രം വളരുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നൊരു അധിനിവേശ സസ്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വച്ച എന്ന് നമ്മൾ യൂപ്പറ്റോറിയം ത്തിൻ്റെ ഒരു സ്പീഷീസാണ്. അത് വന്നു നമ്മുടെ ഏകദേശം ഹെർബുകളും ഷ്രബുകളൊക്കെ നമുക്ക് ചെറിയ ചെടികളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് വയനാട് പറയുന്ന രാക്ഷസ കൊന്ന സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയുന്ന ഒരു സസ്യം അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ച് തുടങ്ങിയ തോട്ടങ്ങളിൽ. പക്ഷേ അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്തു. കാരണം നമുക്കറിയില്ല, നമ്മളടുത്തൊരു ബ്ലൂ പ്രിൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ്. ഇതൊക്കെ ഏത് സസ്യവും നിങ്ങൾ പുറത്തുനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 4 തവണ ആലോചിക്കേണ്ടി വരും. ഇത് നാളെ ഒരു പൊട്ടൻഷ്യൽ ഇൻവേസീവ് ആണ് എനി പ്ലാന്റ്. നമ്മൾ ഗാർഡനിൽ ഇപ്പോൾ ഈ കുളവാഴ എന്ന് പറയുന്ന അതിൻ്റെ സസ്യം കുട്ടനാടൻ തണ്ണീർത്തടങ്ങൾ മുഴുവൻ അടക്കി വാഴുന്നുണ്ട്. അത് ആഫ്രിക്കൻ പായലും അത് കുളവാഴ എന്ന് പറയുന്നത് അത് പണ്ട് ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അതിൻ്റെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട്. പക്ഷേ ഇത് നമ്മുടെ കംപ്ലീറ്റ് തണ്ണീർത്തട മേഖലകളിൽ ചോക്ക് ചെയ്യുകയാണ്, അവിടുത്തെ തനിമ മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതും ഒരു പൊട്ടൻഷ്യൽ ഇൻവേസീവ് ആവാം. അപ്പം അവിടെ സംഭവിച്ചെന്താ, നമ്മൾ മാനുകളൊക്കെ മേയേണ്ട സ്ഥലത്ത് ഈ രാക്ഷസ കൊന്നയുടെ ചെടികൾ മാത്രമേ വരുന്നുള്ളൂ. അത് എഡിബിളല്ല. ഈ പറയുന്ന അങ്കുലേറ്റ്സ്, ഈ കുളമ്പുള്ള ജീവികളായിട്ടുള്ള കാട്ടിയും അതുപോലെ മാനുകളും ഒന്നും തിന്നുന്നൊരു ചെടിയല്ല. അപ്പോൾ ഇതിന് കോമ്പറ്റീഷൻ്റെ പ്രശ്നം. അപ്പോൾ അത് സർവൈവ് ചെയ്യുന്നില്ലെങ്കിൽ അപെക്സ് പ്രെഡേറ്റർക്ക് പ്രശ്നമുണ്ട്, കാരണം അതിന് വേണ്ട ആഹാരം കിട്ടില്ല. അങ്ങനെയാണ് ഒരു കാട് നഷ്ടപ്പെട്ടു പോകുന്ന, ഒരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, മനുഷ്യനും വന്യജീവികളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് നമ്മളുടെ ചെയ്തികളുടെ കാരണമാണ്. നിങ്ങൾ ഈ തനത് ആവാസ വ്യവസ്ഥ മുഴുവൻ തോട്ടങ്ങളാക്കി മാറ്റിയപ്പോൾ അവർക്ക് ആഹാരം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇതിന് വെളിയിൽ ഒരിടത്ത് കരിമ്പ്, ചോളം, തെങ്ങ്, കൈത ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ മൃഗങ്ങൾ തീർച്ചയായിട്ടും നമ്മളായാലും ഏറ്റവും നല്ല ആഹാരം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ അന്വേഷിച്ച് പോകും. ഇതൊരു ഈസി ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഫുഡ് കിട്ടുക. ആനയ്ക്കൊക്കെ ഫുഡ് കിട്ടണമെങ്കിൽ 100 കണക്കിന് കിലോമീറ്റർ ഓരോ ദിവസം അലഞ്ഞ് നടക്കണം. അതിന് പകരം ഇപ്പുറത്ത് വാഴ കൃഷി ചെയ്തിരിക്കുന്നു, തെങ്ങ് കൃഷി ചെയ്തിരിക്കുന്നു, കരിമ്പ് കൃഷി ചെയ്തിരിക്കുന്നു, അതുപോലെ ഇപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നു. ആ മേഖലയൊക്കെ അവ അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ മാനേജ്മെൻറ്റ് കോൺഫിറ്റായി. അപ്പോൾ ഇരമൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനന്വേഷിച്ച് കടുവകൾ വരാം, ലെപ്പേർഡ്സ് വരാം. അവിടെയും കോൺഫ്ലിക്റ്റ് വന്നു. കാരണം ഈസി ആയിട്ട് അവിടെ നിങ്ങളുടെ തൊഴുത്തിൽ പശുവുണ്ട്, അപ്പോൾ ലെപ്പേർഡും കടുവയൊക്കെ നോക്കുക, ഒരുപക്ഷെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പ്രയാണം നോക്കും. ഇവിടെയൊക്കെ ഈ സംഘർഷം എന്ന് പറയുന്നതാണ്. അതിപ്പോൾ കേരളത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. പക്ഷേ ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമാണോ? കേരളത്തിലെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ പ്രശ്നമാണിത്. ലോകത്തിൽ എവിടെയൊക്കെ വന്യമൃഗങ്ങളും മനുഷ്യനുണ്ടോ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ വന്യമൃഗങ്ങൾ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞൊരു കാര്യം, അവസാനം ഒരു മനുഷ്യനും ഒരു വന്യമൃഗവും ബാക്കിയാവുകയാണെങ്കിലും അവിടെ സംഘർഷം ഉണ്ടാവും. മാനുവൽ കോൺഫ്ലിക്റ്റ് ഒന്നിനെ കൊന്നുകൊണ്ടോ തീർത്തുകൊണ്ടോ ഒന്നും നമുക്ക് ഇത് തീർക്കാൻ പറ്റില്ല. ഒന്ന് ബേസിക്കായിട്ട് അതിൻ്റെ റീസണിലേക്ക് പോകണം. എന്താണ് കാരണം, അതിൽ എന്തുമാത്രം മിറ്റിഗേഷൻ പറ്റും. ഇപ്പോൾ കൃഷി രീതികളിലെ മാറ്റം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, ഞങ്ങളുടെ പറമ്പിൽ എന്ത് കൃഷിയാണെന്ന് ഞങ്ങളത് തീരുമാനിക്കുന്നത്, അതിനുള്ള അവകാശം നമുക്കുണ്ട്, ഭരണഘടനാപരമായ അവകാശമുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. കാടിൻ്റെ അരികിൽ പൈനാപ്പിൾ തന്നെ കൃഷി ചെയ്യുമെന്ന് വാശി പിടിക്കരുത്. ചില മാറ്റങ്ങൾ വേണ്ടി വരും. അപ്പോൾ ആന വരും. ആന വന്നു കഴിഞ്ഞാൽ അവിടെ സംഘർഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവേസീവ് സ്പീഷീസുകളുടെ അതിപ്രസരം അത് മാറ്റേണ്ടി വരും. നമ്മൾ വീണ്ടും എഡിബിൾ ആയിട്ടുള്ള സസ്യങ്ങൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. അതിന് നമ്മുടെ ഇടപെടലുകൾ വേണം. നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ ഇൻവേസീവ് സ്പീഷീസ് വന്നത്. വീണ്ടും മറിച്ചുള്ള കാര്യത്തിന് നമ്മൾ വീണ്ടും ഇടപെടണം. വയനാട്ടിലൊക്കെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വനം വകുപ്പൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നീലക്കുറിഞ്ഞു പൂത്ത മേഖലകൾ, അവിടെ ഓസ്ട്രേലിയൻ കരിവാറ്റിൽ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, ഒരു അക്കേഷ്യയാണ്, അക്കേഷ്യ മിയാൻസി എന്ന് പറയുന്നൊരു സ്പീഷീസ് ധാരാളമായിട്ടത് തഴച്ചു വളരുന്നതുകൊണ്ട് വിറകിനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചുപിടിപ്പിച്ചാണ്. അതിന്ന് ആ ഒരു എക്കോസിസ്റ്റം മുഴുവനും കീഴടക്കി, മുഴുവൻ ഗ്രാസ് ലാൻഡ്സ് അത് കീഴടക്കി. നീലക്കുറിഞ്ഞ് പൂത്തിരുന്ന സ്ഥലങ്ങളുടെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഇപ്പോൾ നീലക്കുറിഞ്ഞ് പൂക്കുന്നതായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ, അപ്പോൾ ഈ ഇൻവേസീവ് സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ ഇരതേടികളുടെ അതല്ലെങ്കിൽ നമ്മുടെ മേഞ്ഞു നടക്കുന്ന മാനുകളുടെ ഒക്കെ വാസസ്ഥലമാണ് നഷ്ടപ്പെടുന്നത്, അവരുടെ ആഹാരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ എന്താണ് മനുഷ്യരുടെ വാസമേഖലയിലേക്ക് വരാൻ നിർബന്ധിതരാകുന്നു പലതും. അപ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന ഒരു സന്തുലിതാവസ്ഥ, അതിൽ വളരുന്ന പുല്ലുകളുണ്ട്, അതിലിരിക്കുന്ന ചെറിയ ഇൻസെക്ട്സ് ഉണ്ട്, അതിനെ പോളിനേറ്റ് ചെയ്യുന്ന ഒരുപാട് ഹണി ബീസ് ഉണ്ട്, അതല്ലെങ്കിൽ വാസ്പ് വർഗ്ഗങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നാണ്. അത് കഴിഞ്ഞ് അതിനെ ആഹാരമാക്കുന്ന മാനുകളുണ്ട്, മാനുകളെ ആഹാരമാക്കുന്ന ഇരതീഴികളായ കടുവ, ലെപ്പേർഡ് അല്ലെങ്കിൽ കാട്ടുപട്ടി പോലുള്ള മൃഗങ്ങൾ നമ്മുടെ ഒരു മേഖലയിൽ പറയുമ്പോൾ. മറ്റു രാജ്യങ്ങളിൽ വേറെ പ്രെഡേറ്റേഴ്സൊക്കെ ഉണ്ടാവും. ഇവിടെ എവിടെ നമ്മൾ കൈവച്ചിട്ടുണ്ടോ, വേറൊരു ആനിമലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ, അവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ പറയുമ്പോഴത്തേക്ക് ഏറ്റവും അധികം ഇത് ഒച്ചപ്പാടുണ്ടാക്കുന്നത് പ്രത്യേകിച്ചും കടുവയായിക്കൊള്ളട്ടെ, ആനയായിക്കൊള്ളട്ടെ, മനുഷ്യനെ ആക്രമിച്ച് മനുഷ്യൻ്റെ മരണത്തിനിടയാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമ്പോഴത്തേക്കാണ്
പലപ്പോഴും ഇത് കുറേ കൂടെ ആളുകൾ വയലൻ്റായിട്ട് ഇമോഷണലായിട്ടിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇതിൻ്റെ പിന്നണിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ചർച്ചയിൽ വരുന്നില്ല എന്ന് തോന്നുന്നു. ഇതിൽ മനുഷ്യനുമായിട്ടുള്ള സംഘർഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അതിനുണ്ട്. നമ്മൾ തന്നെ ചെയ്തു വെച്ച ചില പ്രവർത്തികളുടെ പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന സംഘർഷങ്ങൾ. തീർച്ചയായിട്ടും വന ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് കടന്നുകയറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പുതിയ പുതിയ റോഡുകളൊക്കെ ഉണ്ടാക്കി മറുവശത്തോട്ട് പോകുമ്പോൾ അവിടെ നമ്മുടെ ആവാസ വ്യവസ്ഥ വരുമ്പോൾ മൃഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വയനാട്ടിൽ നിന്ന് ബന്ദിപ്പൂർ പോകുന്ന ആ റോട്ടിൽ രാത്രിയുള്ള സഞ്ചാരം തടയണം എന്ന് പറഞ്ഞ് നിയന്ത്രിക്കണം. തടഞ്ഞിട്ടില്ല, നിയന്ത്രിച്ചിട്ടുള്ളൂ. ആ നിയന്ത്രണം കൊണ്ടുവരുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ പേരിലാണ്. സത്യം പറഞ്ഞാൽ ഈ സംഘർഷം മനുഷ്യനും വന്യമൃഗവും തമ്മിലല്ല, കാഴ്ചപ്പാടുകൾ തമ്മിലാണ്. ഒരു വന്യമൃഗവും വന്നിട്ട് വയനാട്ടിലൂടെ ആ റോട്ടിലൂടെ യാത്ര തടയണം, ഞങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടാണ്, ഒരു കടുവയും ആനയും പറഞ്ഞിട്ടില്ല. ഇത് തീരുമാനിച്ചത് മനുഷ്യരാണ്. അതിൽ കോടതിയാണ് പിന്നെ ശരിവെക്കുന്നത്. അപ്പോൾ ഈ സംഘർഷങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ളൊരു സംഘർഷമാണ്. വന്യമൃഗവും മനുഷ്യനും മാത്രമുള്ള സംഘർഷം അല്ല അത്. അപ്പോൾ അതിൽ സംഘർഷം മിറ്റിഗേറ്റ് ചെയ്യാൻ കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ പലതും പറയുന്നുണ്ട്. ചില വേലികൾ. പക്ഷേ പലയിടത്തും ഇത്തരം ഈ ഫെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത് ആനയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാവുകയും ആന മറ്റൊരിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, വേറൊരു പുതിയ സ്ഥലത്ത് സംഘർഷ മേഖല ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കണക്കുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി, അതിൽ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് വന്യമൃഗ ആക്രമണത്തിൽ ആൾക്കാർ മരിച്ച ഒരു കൊല്ലം 2018-19 146 പേര്. നമ്മൾ പറയും, ഓ കഷ്ടം തന്നെ, ഇത്രയും ആളുകൾ വന്യമൃഗ സംഘർഷത്തിൽ മരിച്ചുപോയല്ലോ, കഷ്ടം തന്നെ എന്ന് തോന്നുന്നു. ഞാൻ സ്പ്ലിറ്റപ്പ് നോക്കി നമ്മൾ ഓരോ കൊല്ലത്തിലും. സ്പ്ലിറ്റപ്പ് നോക്കുമ്പോൾ അതിൽ 123 പേര് മരിച്ചിരിക്കുന്നത് പാമ്പ് കടിയേറ്റാ. ഒരാൾ പോലും കാട്ടിൽ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടില്ല. ഇത് മുഴുവൻ നാട്ടിൻപുറത്താണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്യമൃഗ ആക്രമണമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കാരണം ഇതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. പാമ്പ് കടിയായിട്ട് മരിച്ചാൽ, തേന് വെച്ച് ഒത്തി മരിച്ചാൽ 4 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. മറ്റേ 10 ലക്ഷം രൂപയാണ് ഒരു ആനയോ കടുവയോ അല്ല പന്നിയോ അല്ലോ ഒരാൾ കൊല്ലപ്പെട്ടാൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കൊണ്ട് കൃത്യമായിട്ട് കണക്കുണ്ട്. ഈ കണക്കുകൾ നോക്കിയിട്ടാണ് ഇവർ നമ്മളൊരു RTA കൊടുത്തു കഴിഞ്ഞാൽ കണക്ക് തരുന്നത്. 2018-19 പേര് മരിച്ചു, 146 പേര് മരിച്ചു. നമ്മൾ സ്പ്ലിറ്റപ്പ് ചോദിക്കുന്നില്ല. സ്പ്ലിറ്റപ്പ് ചോദിച്ചാൽ 123 പേര് മരിച്ചത് പാമ്പ് കടിയേറ്റും, ബാക്കി 23 പേരാണ് ഈ ആനയും പന്നിയും മറ്റു മൃഗങ്ങളും കാരണമൊക്കെ മരിക്കുന്നത്. ഈ കടുവ ഒരു വലിയ മരണകാരണമായി ഈ അടുത്ത കാലത്താണ്. 2023 ശേഷമാണ് കേരളത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ. അത് വയനാട്ടിൽ തന്നെ 3 പേര് അടുത്ത കാലത്ത് അതിനുശേഷം 23 ശേഷം കൊല്ലപ്പെട്ടു. ആനയാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ആന പലപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആന നാട്ടിലിറങ്ങുന്നു, അത് കഴിഞ്ഞാൽ വളരെ പാനിക്ഡാണ്. അതിനിടയിൽ പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചില കൊല്ലങ്ങൾ നോക്കിയപ്പോൾ ഈ കാട്ടാന കുത്തി മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നാട്ടാന ആൾക്കാരെ കൊല്ലുന്നുണ്ട്. അമ്പലത്തിൽ ഉത്സവത്തിനെ കൊണ്ടുവന്ന ആന അടുത്ത കാലത്ത് ഒരിടത്ത് 3 പേരെ ഒറ്റയടിക്ക് കൊന്ന സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്തരം മരണങ്ങൾ കൂടുതൽ നടന്ന കൊല്ലങ്ങളുണ്ട്. പക്ഷേ ആ സെൻസേഷൻ എപ്പോഴും വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ 2017 തൊട്ട് 2024 അവസാനം വരെ പട്ടി കടിച്ചിട്ട് പേളകി മരിച്ചു കിടന്നത് 119 പേര് മരിച്ചിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അതേ കാലഘട്ടത്തിൽ ആന കുത്തിയിട്ട് അത്രയും പേര് മരിച്ചിട്ടില്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ മരണം നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ സെൻസേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ചോദിച്ചു, എപ്പോഴും ഈ മീഡിയയിലൊക്കെ വരുന്നത് ഇതാണല്ലോ. അപ്പോൾ ഒരു എല്ലാവരും സുഖം വെച്ച് പറഞ്ഞു, പട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സെൻസേഷൻ ഇല്ല മാഷേ. അത് ആന ഇളകി എന്ന് പറഞ്ഞാൽ ആനാക്രമണം, കാട്ടിൻ്റെ കലി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഭീകരത, കടുവ വന്നു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ നമുക്കൊരു സെൻസേഷൻ ന്യൂസാണ്. പലപ്പോഴും അത് വല്ലാണ്ട് സെൻസേഷനലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആളുകളുടെ ഒരു മനോഭാവത്തെ തന്നെ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്നുണ്ട്. അതെ, അത് എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ജനങ്ങളെ ഈ കടുവയ്ക്കും ആനയ്ക്കും ഒക്കെ എതിരാക്കുന്ന ഒരു പ്രവണതയാണ്. ഏത് ആനയും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓടി വന്ന് ആക്രമിക്കും, ഏത് കടുവയും കണ്ടു കഴിഞ്ഞാൽ ഉടൻ ചാടി വീഴും. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറമ്പിക്കുളം കാട്ടിനകത്ത് 4 കൊല്ലം തുടർച്ചയായിട്ട് നടന്നിട്ടുണ്ട് ഓൺ ഫുട്ട്, എൻ്റെ ഗവേഷണമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ കടുവയുടെ ഒരു വാലിൻ്റെ അറ്റാണ് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത് 4 നടന്നിട്ട്. ഇന്ന് കടുവ നമ്മുടെ മുമ്പിൽ കടുവ നിൽക്കില്ല. നമ്മുടെ പ്രസൻസ് അറിയുമ്പോഴേക്കും കടുവ സ്ഥലം വിട്ട് കാണും. ഈ ധാരാളം കടുവയെ കാണും. അതൊക്കെ നോർത്ത് ഇന്ത്യയിലത്തെ സംഭവങ്ങളാണ്. കാൻഹയിലും അതുപോലെ രന്തംപൂറൊക്കെയാണ് സഫാരി നടത്തിയിട്ട് കടുവയുടെ പടമൊക്കെ എടുത്തത്. കേരളത്തിലെ കാടുകളിൽ നിന്നും കടുവയുടെ പടം എടുത്ത വളരെ അപൂർവം ഫോട്ടോഗ്രാഫേഴ്സേ ഉള്ളൂ. കാരണം നമുക്ക് ഒരിക്കലും മുഖം തരില്ല കടുവ. ഇവിടെ അങ്ങനെ എൻകൗണ്ടർ ഒന്നും ഉണ്ടാവാറില്ല. വയനാട്ടിൽ സംഭവിച്ചത് വേറൊരു സാഹചര്യത്തിൽ നടക്കുന്നതാണ്. അത് പ്രത്യേകം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. കാടിനെയും കടുവയെയും അറിഞ്ഞ് ലയത്തോടെ അധ്യാപകനും ഗവേഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഹരിതവാണി സമാപിക്കുന്നു.